വളരെ കാലങ്ങൾക്ക് മുമ്പ് യോന എന്നു പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ ദയാലുവും ബുദ്ധിമാനുമായിരുന്നതുകൊണ്ട് പട്ടണത്തിലെ ജനങ്ങളെല്ലാവരും വിവിധ തരത്തിലുള്ള ഉപദേശങ്ങൾക്കായി യോനയെ സമീപിച്ചിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഒരു ദിവസം ദൈവം യോനയോട് ഇങ്ങനെ പറഞ്ഞു: യോന, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെതിരായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത അതികഠിനമായി വർദ്ധിച്ചിരിക്കുന്നതിനാൽ ഞാൻ അതിനെ 40 ദിവസത്തിനകം നശിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോന ഭയന്നുപോയി. എന്നാൽ ദൈവത്തിന്റെ നിർദ്ദേശത്തെ അനുസരിക്കാതെ നിനവേയ്ക്ക് പോകാതെ തർസീസിലേക്കുള്ള കപ്പലിൽ കയറി യോന യാത്ര തിരിച്ചു. പെട്ടെന്ന് കടലിൽ ഒരു കൊടുങ്കാറ്റടിച്ചു. യാത്രക്കാരെല്ലാവരും ഭയന്നു വിറച്ചു. ആരുടെ നിമിത്തമാണ് ഈ ദുരന്തം എത്തിയത് എന്ന് കണ്ടെത്താൻ അവർ ശ്രമിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ടു യോനയ്ക്ക് വീണു. യോന കുറ്റമേറ്റു പറഞ്ഞു: ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു. എന്നെ കടലിൽ എറിഞ്ഞുകൊള്ളുക, അപ്പോൾ കടൽ ശാന്തമാകും എന്ന് യോന പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവർ അവനെ കടലിൽ ഇട്ട് കളഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, കൊടുങ്കാറ്റടങ്ങി. യാത്രക്കാരെല്ലാവരും ദൈവത്തെ അത്യന്തം ഭയപ്പെട്ടു സത്യദൈവത്തെ സേവിക്കുവാൻ തീരുമാനിച്ചു. യോനയെ വിഴുങ്ങേണ്ടതിന് ദൈവം ഒരു മത്സ്യത്തിനോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. തന്നെ രക്ഷിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ടു. 3-ാം ദിവസം തിമിംഗലം യോനയെ കരയിൽ ശബ്ദിച്ചു. ഉടൻ തന്നെ യോന നിനവേയ്ക്ക് വരുന്ന നാശത്തെപ്പറ്റി പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. നിനവേക്കാരെല്ലാവരും മാനസാന്തരപ്പെട്ടു. 40-ാം ദിവസം കഴിഞ്ഞപ്പോൾ നിനവേയ്ക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ യോന കാത്തിരുന്നു. നിനവേക്കാർ അവരുടെ ദുഷ്ടത വിട്ട് നല്ലവരായി എന്നറിഞ്ഞ ദൈവം നിനവയെ നശിപ്പിച്ചില്ല. ദുഷ്ടത നിറഞ്ഞ പട്ടണത്തെ ദൈവം നശിപ്പിക്കാതെ രക്ഷിച്ചതിൽ യോന ദുഃഖിച്ചു. യോനയെ ഒരു പാഠം പഠിപ്പിക്കാനായി ദൈവം ഒരു ചെടിയെ സൃഷ്ടിച്ചു. അത് കഠിന ചൂടിൽ നിന്നും യോനയെ സംരക്ഷിച്ചു. എന്നാൽ അടുത്ത ദിവസം ദൈവം ഒരു പുഴുവിനോട് ആ ചെടിയെ കുത്തിക്കളയുവാൻ കൽപ്പിച്ചു. അങ്ങനെ ചെടി വാടിപ്പോയി. യോന അതിദുഃഖത്തോടെ കലഹിച്ചുകൊണ്ട് മരിക്കുവാൻ ആഗ്രഹിച്ചു. ഉടൻ ദൈവം യോനയോട് ഇങ്ങനെ പറഞ്ഞു: നിനക്ക് ആ ചെടിയോട് ഒരു കരുതൽ തോന്നുന്നുണ്ടോ? യോന പറഞ്ഞു: അതെ. ദൈവം പറഞ്ഞു: ഒരു രാത്രിയിൽ ഉണ്ടാവുകയും നശിച്ചു പോവുകയും ചെയ്ത ഒരു നിസ്സാര ചെടിയെക്കുറിച്ച് നിനക്ക് സഹതാപം തോന്നുന്നുവെങ്കിൽ 1,20,000-ൽ പരം മനുഷ്യരും അനേകവും മൃഗങ്ങളും വസിക്കുന്ന നിനവേ പട്ടണത്തോട് എനിക്ക് സഹതാപം തോന്നരുത്. കൂട്ടുകാരെ, യോനയുടെ കഥ കേട്ടല്ലോ. മറ്റുള്ളവരോട് ദയയുള്ളവനായിരിക്കുവാനും ക്ഷമിക്കുവാനും നമുക്ക് പഠിക്കാൻ. മാത്രമല്ല, തെറ്റുകൾ തിരുത്തുന്നത് ദൈവത്തിന് ഇഷ്ടമാണെന്നും നമുക്ക് ഈ കഥയിൽ നിന്ന് ഗ്രഹിക്കാം. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.